ഹേ ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ചെന്നൈയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ചെന്നൈയിലാണ് കുറേ നാൾ വർക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു 2-3 months ആയിട്ട് നാട്ടിലായിരുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ചെന്നൈയിലെ കുറച്ച് ഏരിയയിലൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും മാക്സിമം ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണം. അധികം ബോറിംഗ് ഇല്ലാത്ത രീതിയിലൊക്കെ ഞാനൊന്ന് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ അതിട്ട് കാണുന്ന ആൾക്കാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. സോ പ്ലാറ്റ്ഫോം നമ്പർ 5-ൻ്റെ ആ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഫൈനലി അങ്ങനെ എൻ്റെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു. എന്താണെന്ന് അറിയത്തില്ല, എപ്പോൾ വന്നാലും ഈ ഒരു ഏരിയ വിടുമ്പോൾ പെടാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇൻസൈഡ്. ഈ ഒരു ഭാഗത്തോടെ തന്നെയാണ് നമ്മൾ എക്സിറ്റിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എന്തുമാത്രം ക്രൗഡാണ് ഈ ഒരു സ്റ്റേഷനുള്ളിൽ നിന്ന്. അത്രയ്ക്ക് വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള സ്റ്റോപ്പുകളും എമർജൻസി മെഡിക്കൽ ആംബുലൻസ് പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയുള്ള കുറേ സെറ്റപ്പുകൾ ഇതിനുള്ളിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയ്ക്കും വലിപ്പമുള്ളൊരു വലിയൊരു സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാം. ഞാനീ പോകുന്ന ഏരിയ മാത്രമൊന്നുമല്ല കേട്ടോ, അതിനപ്പുറത്തെ സൈഡിലും ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ കുറേ ഓട്ടോ ചേട്ടന്മാരൊക്കെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഇവർ നമ്മളെ വിളിക്കും. എൻ്റെ കയ്യിൽ ഓട്ടോയ്ക്ക് പോകാനുള്ള ഫണ്ട് ഇല്ല, കാരണം ഞാൻ അടുത്താണ് പോകുന്നത്. ഓട്ടോയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, തൊട്ടടുത്താണ്. സോ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരുന്നത്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. ഇവിടുന്ന് വേണം എനിക്ക് ഇനി പോകാനായിട്ട്. നിന്ന ഒരു ഏരിയ ഇല്ലേ, ആ ഒരു ഏരിയ കൂടെ എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല, കാരണം അത് വേറെ ഏരിയയിലോട്ട് പോകുന്ന ബസ്സുകളാണ്. കണ്ടോ, ഈ സ്റ്റേഷനിൽ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പൂവൊക്കെ വിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാവിലെ അവരവരുടെ തൊഴിൽ ചെയ്യുകയാണ്. കണ്ടോ ഇതുപോലുള്ള ഐറ്റംസൊക്കെ, ബ്രേസ്ലെറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അതിനിപ്പുറത്താണ് നമുക്ക് ഈ വാച്ചൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളെ കാണാൻ സാധിക്കും. വാച്ച്, പിന്നെ ചെറിയ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഈ ഒരു സബ്വേ കൂടാണ് എനിക്ക് അപ്പുറത്തോട്ട് പോകേണ്ടത് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല. സബ്വേ ഒക്കെ ആകെപ്പാടെ നാശമായിട്ട് കിടക്കുകയാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമാകും കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാഴ്ച വളരെ ശോകമാണ്. എത്ര വലിയ സിറ്റിയാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആകെപ്പാടെ കുളമാകുന്നൊരു സിറ്റുവേഷനാണ് ഉള്ളത്. ഈ വെള്ളത്തിൽ കൂടെ പോകണം എനിക്ക് നടന്നു പോകണമെങ്കിൽ. കണ്ടോ, ഈ ഒരു സബ്വേ കയറിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് ആരോ വീണ പോലെ ഒരു സൗണ്ട് കേട്ടു. അത്രയ്ക്ക് സേഫായിട്ട് വേണം ഇവിടെ നടക്കാനായിട്ട്. വെള്ളം അത്രയ്ക്ക് കെട്ടിക്കിടപ്പുണ്ട്. ഈ സബ്വേ കൂടെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ മെട്രോ സ്റ്റേഷനിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുപോലെ ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത്. രാവിലെ ഇതൊക്കെ ടാസ്ക്കാണ് കേട്ടോ, ഇത്രയും സ്റ്റെപ്പ് കയറി പോകുന്നതൊക്കെ. ഇതാണ് നമ്മുടെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് സെൻട്രൽ ഹോസ്പിറ്റൽ, ചെന്നൈയിലുള്ള. നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ നിയർ ബൈ തന്നെയാണ്. ഞാൻ ആ കാണിച്ച വഴിയില്ല സബ്വേ, അതിനടുത്തുനിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. അത്രയ്ക്ക് ക്രൗഡാണ് ഈ ഒരു ടൈമിൽ. അങ്ങനെ ഫൈനലി നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു വരുന്ന കൂട്ടത്തിൽ 2 കുട്ടികൾ എന്നോട് ചോദിച്ചു യൂട്യൂബർ ആണെന്നൊക്കെ. തെലുഗ് ബ്രോ, തെലുഗ് ആന്ധ്ര ആ, ഇവർ ആന്ധ്ര എന്നുള്ള കുട്ടികളാണ്. നെയിം, വാട്ട്സ് യുവർ നെയിം? ബാലശരൺ. യുവർ നെയിം? ഓക്കെ, താങ്ക് യു. അങ്ങനെ കുട്ടികൾ വന്ന് മിണ്ടിയപ്പോൾ അവരെയും വീഡിയോയിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അവന്മാരോട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചത്.
ഇതാണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റോപ്പ് ഞാനിത് കാണിച്ചു തരാം. ഇവിടുത്തെ ബസ്സുകൾക്കൊക്കെ നമ്പറാണ് കേട്ടോ. നമ്മളവിടുത്തെ കൂടി സ്ഥലപ്പേര് എഴുതി കാണിക്കും. ബട്ട് കൂടുതലും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ ഇന്നാൾ നമുക്ക് ബസ് കിട്ടും. എനിക്ക് പോകേണ്ടത് 21 അല്ലെങ്കിൽ 26 അങ്ങനെയുള്ള നമ്പറിലുള്ള ബസ്സിലൊക്കെയാണ് പോകേണ്ടത്. കാരണം അതൊക്കെ മൗണ്ട് റോഡ് വഴി പോകുന്നതാണ്. എനിക്ക് മൗണ്ട് റോഡിലാണ് പോകേണ്ടത്. എൻ്റെ ബസ് വന്നിട്ടുണ്ട്. ഞാനിവിടുന്ന് ആങ്ങിയും തോങ്ങിയൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബസ് എടുത്ത് കഴിയും. ഓക്കെ, ഫൈനലി ഞാനങ്ങനെ ബസ്സിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ 21 എന്നുള്ള ആ ഒരു ബസ്സിലാണ് കയറിയത്. ഇവിടുത്തെ ബസ്സിൻ്റെ ഇൻസൈഡൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ബസ്സിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ ബസ്സുകളൊക്കെ. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഓൾറെഡി അറിയാം കേട്ടോ. പിന്നെ ഈ വീഡിയോക്കകത്ത് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ. പിന്നെ ഇവിടെ ഗവൺമെൻറ് സർവീസ് മാത്രമേ ഉള്ളൂ. ഗേൾസിന് ഇവിടെ ബസ്സിൽ ടിക്കറ്റ് ഫ്രീ ആണ്. ഡീലക്സ് ബസ്സിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ബസ്സിലും ഇവർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. സോ ഇതാണ് ഈ ഒരു ബസ്സിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റിക്ക് എനിക്ക് നോക്കിയാൽ മനസ്സിലാവും. മഴ പെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കുറച്ച് സീൻ. അത് എല്ലാ ബസ്സിലും ഇല്ല. ചില ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മൊത്തത്തിൽ ചോർന്നൊലിച്ച് ആകപ്പാടെ സീനാവും. അത് എപ്പോഴും ഉള്ളൊരു സംഭവമാണ്. ചില ബസ്സിൽ മാത്രം, റെയറായിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ് എനിക്ക് യാത്രയുണ്ട്. ടിക്കറ്റ് വരുന്നത് ഇവിടുന്ന് 6 രൂപയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ശാന്തി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ്. ദേവി തിയേറ്റർ എന്ന് പറഞ്ഞൊരു വലിയൊരു തിയേറ്റർ ഉണ്ട് അതിനടുത്തായിട്ട്. അതാണ് മെയിൻ സ്പോട്ട്. പെട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകണം. സോ അവിടെ ചെന്നിട്ട് ഇനി ഫ്രഷ് ആയിട്ട് വേണം എനിക്കിനി പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. സോ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ ഔട്ട്ഡോർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ചെന്നൈയിലെ മറീന ബീച്ചിലാണ്. സ്ഥിരം വരുന്നൊരു സ്പോട്ടാണ്, പക്ഷേ ഒന്ന് ചില്ലാകാൻ പറ്റിയൊരു പ്ലേസാണ് മറീന ബീച്ച്. നല്ല വലിപ്പമുള്ളൊരു ബീച്ചാണ് കേട്ടോ. അത്യാവശ്യം ഷോപ്പുകളും അതുപോലെ ഒരു നല്ല വൈബുള്ളൊരു പ്ലേസ്. സോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണെന്ന് കാണിക്കാം. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് മെറീന ബീച്ചിലോട്ട് പോകുന്ന ഒരു പാലത്തിൻ്റെ ആ ഒരു ഏരിയ. ഇത് പുതിയതായിട്ട് പണിത പാലമാണ് കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ വരുന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു. സോ ആ ഒരു സൈഡിൽ അത്ര രസമൊന്നുമില്ല കാണാനായിട്ട്. സോ എന്തായാലും ഇന്ന് ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു പാലത്തിൽ കൂടെ നടന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു ബീച്ചിലോട്ട് പോകുന്ന ആ ഒരു പാലം. വളരെ നീറ്റായിട്ടാണ് ഇവർ ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കൈവരിയുടെ മുകളിൽ കയറി ഇരിക്കാൻ പാടില്ലെന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ബീച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നേരത്തെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി ഈ ബീച്ചിൽ. ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഫോറിനേഴ്സ്, ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്, ആളെ ഞാൻ കാണിക്കാം. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇവിടെ ട്രാവൽ ചെയ്തിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒന്നുകൂടെ സെറ്റപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ ഇവിടുന്ന് കുറച്ചുകൂടെ നടന്ന് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് ചെല്ലും. കിഡിലനൊരു വൈബാണ് കേട്ടോ ഈ ഒരു ഏരിയ കൂടെ നടക്കുമ്പോഴത്തേക്കും. നല്ല തണുത്ത കാറ്റ്. ഞാനിപ്പോൾ ഈ വന്ന ടൈമിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇടവരെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം മൊത്തത്തിലൊരു മഴ സീസൺ പോലെ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയ്ക്ക് കൂളാണ് കേട്ടോ ഇവിടെ നടന്നു പോകുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് അടിപൊളി ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് സെൽഫി എടുക്കാനും റീൽ എടുക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയയാണ്. സോ നിങ്ങൾ മറീന ബീച്ച് വരികയാണെങ്കിൽ ഈ ഒരു സൈഡിൽ കൂടെ ബീച്ചിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് വീഡിയോസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചില്ലാണെങ്കിൽ പറ്റിയ പ്ലേസ് ഇതാണ്. കുറേ പിള്ളേരൊക്കെ നിന്ന് ദൂരെ നിന്ന് കാണാൻ പറ്റും, അവർ എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾ ദൂരെ നിന്ന് കാണുന്നത് ക്ലീൻ ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നൊരു വണ്ടിയാണ് കാണുന്നത്. ഹേ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിനടുത്ത് എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഗായ്സ്, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം മറീന ബീച്ച്. വലിയ ബീച്ചാണ് കേട്ടോ, വലിയൊരു ബീച്ചാണിത്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ടൈമിൽ ഒരുപാട് ആളുകളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. കുതിരയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കത്തി റേറ്റാണ് കേട്ടോ. നിങ്ങൾ റേറ്റ് സംസാരിക്കുമ്പോഴത്തേക്കുമാർ കൂട്ടിയൊക്കെ പറയും. സോ അതുകൊണ്ട് ഇവിടെ വരുന്നവന്മാർ ആദ്യം ഒരു റേറ്റ് എമൗണ്ട് ഉറപ്പിച്ചിട്ട് മാത്രം കുതിരയ്ക്കകത്ത് പോയി കയറുക. കാരണം അത്രയ്ക്ക് റേറ്റ് കൂടുതലാണ്. ചാടി കയറിയിട്ട് അവസാനം ഇവർ റേറ്റ് പറയുമ്പോൾ ഞെട്ടരുത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കിഡിലും വൈബുള്ള പ്ലേസാണ് കേട്ടോ. ഫുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ലോങ് ബീച്ചാണ്. ഒരുപാട് നടന്നു പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ വരുന്നത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടാണ്. അവിടെ കടകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത്ര നീറ്റൊന്നുമല്ല. പക്ഷേ ഈ ഒരു ഏരിയ, ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു ഏരിയ അടിപൊളിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്.
ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബീച്ചിൻ്റെ വേറൊരു സൈഡിലാണ്. നമ്മൾ ബീച്ചിനടുത്ത് പോയിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ ഈ ബീച്ചിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ബീച്ചാണ് കേട്ടോ. അതുള്ള കാര്യം പറയാമല്ലോ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇവർ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇവർ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. ആരും നിങ്ങളെ ഒന്നും പറയാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ഇട്ടിട്ട് പോവാം. കണ്ടോ, ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മെറീന ബീച്ചിൻ്റെ ഔട്ട് സൈഡാണ് കേട്ടോ. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ബീച്ചിൻ്റെ പുറത്തായിട്ടുണ്ട്. റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ റോഡൊക്കെ നല്ല കിടിലനായിട്ടാണ് പണിത് വെച്ചേക്കുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ തന്നെ ഇപ്പം റെസ്റ്റ് റൂം നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റെസ്റ്റ് റൂം സൗകര്യങ്ങളുണ്ട്. ഈ ഒരു ബീച്ചിൽ തന്നെ നിങ്ങൾക്കൊരു 2-3 റെസ്റ്റ് റൂംസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ റെസ്റ്റ് റൂം കാണും. അവിടെ ആൾക്കാർ തിക്കിയും തിരക്കിയൊക്കെ നിൽക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 റെസ്റ്റ് റൂംസ് ഉണ്ട്. അതും നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റ് റൂമാണ്. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് വന്ന് ഇനി കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നോക്കാൻ പോകണം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത്. ഈ ഒരു ഇതിനകത്താണ് കിട്ടുന്നത്. ടേസ്റ്റും ഉണ്ട്, കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചു. പോയിസ് ഫാസ്റ്റ് ഫുഡ് അങ്ങനെയാണ് കടയുടെ പേര്. ഗൈസ് അങ്ങനെ ഫൈനലി ഫുഡൊക്കെ കഴിച്ചിട്ട് പടം കാണാൻ വന്നിരിക്കുകയാണ്. നെക്സസ് വിജയമാള നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചെന്നൈ മാളാണ്. സോ ഇവിടെ മാർക്കോ പടത്തിൻ്റെ ഓൾറെഡി പടം കണ്ടതാണ്, അടിപൊളി പടമാണ്. സോ ഒന്നുകൂടെ കാണാമെന്ന് വെച്ചു, അവൾ കണ്ടിട്ടില്ല. സോ ഈ ഒരു മാൾ ഉൾവശമൊക്കെ ആണെന്ന് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ മാളിനുള്ളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വീഡിയോ അലൗഡ് ആണോ അല്ലയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം ഒരു പൊട്ടം പറഞ്ഞു ഇവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ലെന്ന് പറഞ്ഞു. പിന്നെ മുകളിൽ സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കും വേറൊരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ അലൗഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു, ഒന്നും നോക്കിയില്ല. ഇനിയിപ്പം അലൗഡ് അല്ലെങ്കിൽ ഇവർ വന്ന് ക്യാമറ എടുത്തുകൊണ്ട് പോകും, അത്രേ ഉള്ളൂ. അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ വിജയ മാള്, ചെന്നൈയിലെ ഒരു വലിയ മാളെന്ന് തന്നെ പറയാം. വമ്പ സെറ്റപ്പാണ് കേട്ടോ. മൊത്തം ഒരു 4-5 ഫ്ലോർ എടുത്തുണ്ട്. എല്ലാ ഫ്ലോറിലും ഓരോരോ ബ്രാൻഡഡ് കമ്പനീസിൻ്റെ ഷോറൂംസാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളിതിനുള്ളിൽ വന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ എന്തായാലും ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട്. കിഡ് വ്യൂ ആണ് കേട്ടോ ഇവിടെ. നമ്മുടെ ലുലുവിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. ഇവിടുത്തെ ഒരു വലിയ സംഭവമായിട്ട് തന്നെ പറയാം. ഇപ്പം നിങ്ങൾ കാണുന്ന സ്റ്റാർബക്സിൻ്റെ ഒരു ഇതാണ് താഴെ കാണുന്നത്. അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല ലക്ഷറി സെറ്റപ്പിലാണ്. ചെറിയ ഷോറൂമുകളാണ് കേട്ടോ. ചെറിയ കുട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ വരെ ഷോറൂമുകൾ ഇവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണിക്കും. ഇവിടെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ചെറിയ കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു വണ്ടി പോലെ പോകുന്നുണ്ട്. ഈ ചേട്ടനാണ് ഈ വണ്ടി ഓടിക്കുന്നത്. കണ്ട ഇത് ഈ ഒരു മാളിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന 2nd ഫ്ലോറിലാണ്. 3rd 4th ഫ്ലോറിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ചെന്നൈയിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണത്. ഗൈസ് ഞാൻ ഈ ഒരു മാളിൽ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഒരു 2-3 വട്ടം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവൾ അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. കാരണം ഇവൾ ജനിച്ച് വളർന്നല്ലേ ഇവിടാണ്. സോ ഇവൾക്കായിരിക്കും കൂടുതൽ ഈ ഒരു മാളിനെ പറ്റി പറയാൻ പറ്റുന്നത്. നിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമാണ്. ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. നല്ല മാലാണ്, നല്ല വലിയ മാലാണ്. പിന്നെ മറ്റേ എക്സ്പ്രസ് അവന്യൂ മാളൊക്കെ ഇല്ലേ, അതിലും അടിപൊളിയല്ലേ? അതിനെക്കാട്ടിലും ഇത് കുറച്ച് നല്ല നീറ്റ്നെസ് എല്ലാം ഉണ്ട്. ഇതുവരെ നമ്മുടെ പടം സ്റ്റാർട്ടായിട്ടില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഓൾറെഡി ഇട്ടിരുന്ന കുറച്ച് സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ അതിനപ്പുറത്ത് ഇപ്പം പൊങ്കൽ സെലിബ്രേഷൻ വരുമല്ലേ തമിഴ്നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്നു. അതൊക്കെ ഒന്ന് കാണിക്കാം. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. സംഭവം വേണം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇത് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഇവരിട്ടിരുന്ന ഒരു ചെറിയൊരു സെറ്റും കാര്യങ്ങളൊക്കെ. ഒരുപാട് കുട്ടികളൊക്കെ അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുകൾ ഭാഗമാണ്. വമ്പ സെറ്റപ്പാണ് കേട്ടോ. വിചാരിക്കുന്ന പോലൊന്നും അല്ല. നമ്മുടെ ലുലുവിൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും ഓക്കെയാണ്. ചെന്നൈയിലെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പൊങ്കൽ സെലിബ്രേഷൻ
ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റേജ് ഉണ്ട്, ഒരു കുട്ടി സ്റ്റേജൊക്കെ. അവിടെയാണ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. എനിക്കിപ്പോൾ ഞാൻ ചെന്നൈ സെൻട്രലിൻ്റെ ഒരു നൈറ്റ് വ്യൂ കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ, ലൈറ്റൊക്കെ ഇട്ട് ആയിട്ട് നിൽക്കുന്നൊരു ഫീൽ. സോ ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചെന്നൈ സെൻട്രലിൻ്റെ ആ ഒരു നൈറ്റ് വ്യൂ. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മുൻഭാഗമാണിത്. ഗായ്സ്, അങ്ങനെ ഫൈനലി ചെന്നൈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയ പോലെ അല്ലായിരുന്നു കേട്ടോ, കുറച്ച് ടാസ്ക് ആയിരുന്നു. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും സീറ്റ് കിട്ടി, ബട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പൊങ്കൽ ടൈം അല്ലേ, സോ നല്ല തിരക്കായിരുന്നു. ഇടി കൊണ്ടാണ് വന്നത്, കാട്ട്പാടി ജംഗ്ഷൻ വരെ ഇടി കൊണ്ടാണ് വന്നത്. പിന്നെ കയറിയ ടൈമിൽ സെക്കൻഡ് ക്ലാസ്സിലാണ് വന്നത്, അങ്ങോട്ട് പോയ പോലെ തന്നെ. അപ്പോൾ കയറിയ ടൈമിൽ ഒരു ബ്രോയോട് പറഞ്ഞ് സീറ്റൊക്കെ സെറ്റാക്കി വെച്ച് അവസാനം ആൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് എണീറ്റ് തന്ന്. ഒരു 10 മിനിറ്റ്സ് മുമ്പേ ആൾ എണീറ്റ്. സോ അങ്ങനെ ഇരിക്കാൻ പറ്റി. വിൻഡോ സീറ്റായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തി. എന്നാലും നല്ല ക്രൗഡായിരുന്നു കേട്ടോ, പൊങ്കൽ ടൈം ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു ചെന്നൈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി കൊച്ചിനെ കാണാൻ പോകുന്നതിന് ഒരു ഹാപ്പിനെസ് ആണ്. അതല്ലാതെ എൻ്റെ ഫ്രണ്ട്സുണ്ട്, സൂരജ് ബ്രോ, പിന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുണ്ട്. സോ അവന്മാരെയൊക്കെ പോയി കാണും, അവരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. സോ അങ്ങനെ ഒരുപാട് സന്തോഷം നൽകിയൊരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൂടാതെ വിജയമാളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിജയമാളിൽ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അത് പൊങ്കൽ പ്രോഗ്രാം ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല സംഭവം. നമ്മുടെ FM റേഡിയോയുടെ ഒരു ഓഡീഷനാണ് അവിടെ നടന്നത്. അപ്പോൾ ആ ഓഡീഷനിൽ നമുക്ക് വേണമെങ്കിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം വർഷവും ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ കുറേ നാളായി അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട്. അവസാനം എനിക്ക് തോന്നുന്നു വിജയ് TVയുടെ എന്തോ ഒരു സൂപ്പർ സിംഗറോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിനാണ് ഓഡീഷൻ അവസാനമായിട്ട് പോയത്. അതിപ്പോൾ കുറേ നാളായി. പിന്നെ പെട്ടെന്നൊരു ആഗ്രഹം തോന്നി, കൊച്ചു നല്ല സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചാടിയും കയറി, അങ്ങനെ കയറി ഒരു പാട്ടൊക്കെ പാടി. അത് ഞാൻ സന്തോഷം നൽകിയൊരു സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പടമൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നല്ലപോലെ ലേറ്റ് ആയി കേട്ടോ. കാരണം ഒരു ടൈമിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ അതിന് മുകളിലോട്ട് ടൈം പോയി. പിന്നെ ഓടിപ്പിടച്ച് പിന്നെ മെട്രോയിലൊക്കെ കയറി, പിന്നെ സെൻറ്ററിൽ വന്നിറങ്ങി. സെൻറ്ററിൽ നിന്ന് വീണ്ടും ആൾക്ക് വീട്ടിൽ പോകണമായിരുന്നു. അങ്ങനെ വീണ്ടും കയറ്റി വിട്ടു. അവിടെ നിന്ന് പിന്നെ ഞാൻ വീണ്ടും എൻ്റെ റൂമിൽ വരണം. അങ്ങനെ കുറച്ച് ടാസ്ക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഒരുപാട് സന്തോഷം നൽകിയ ഒരു ദിവസമാണ് ഇന്നലെ. എന്തായാലും എനിക്ക് എല്ലാ ഏരിയ ഒന്നും പരിചയപ്പെടുത്താനായിട്ട് പറ്റിയില്ല. കാരണം ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം ഒന്നും ഇല്ല പ്രത്യേകിച്ച് കാണാനായിട്ട്. നമ്മുടെ നാട്ടിലുള്ള അത്രയും സ്ഥലങ്ങളൊന്നും അവിടെ ഇല്ല. കുറച്ച് മാളുകളും പിന്നെ അല്ലാതെ മഹാബലിപുരമൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് ഹിസ്റ്റോറിക്കൽ പരമുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. സോ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ദിവസം അവിടെ നിന്നു. ഞാൻ പോയിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് അവിടെ നിന്ന് കയറിയത്. പക്ഷേ എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം കൂടെ കാണിക്കായിരുന്നു. എന്തായാലും ഇതൊരു മിനി വ്ളോഗ് പോലാണ് ചെയ്തത്. നിങ്ങളുടെ പിന്നെ അവിടെ റെസ്പോൺസ് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പം പെട്ടെന്ന് ഓടിപ്പോയ കൂട്ടത്തിൽ ഈ ക്യാമറ ഓണാക്കാനോ റെസ്പോൺസ് ചോദിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ അവൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം ഇൻ്റർവെല്ലിന് മുമ്പൊക്കെ വരെ, ഇൻ്റർവെല്ലൊരു ഫൈറ്റ് ഉണ്ടല്ലോ, അതിന് മുമ്പൊക്കെ വരെ എന്നോട് ചോദിച്ചു, ഇതെന്തോ ഇതിന് മാത്രം ഒന്നും വയലൻസ് ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ, മാർക്കോയ്ക്കകത്ത് ഇതാണോ വലിയ സംഭവമാണെന്നൊക്കെ നീ പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ മൊത്തം അറിയാമല്ലോ, പടം കണ്ടവർക്ക് അറിയാം, ഫുള്ള് അടി ഇടി വെട്ടുകുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ക്ലൈമാക്സർ അവസാനത്തെ ആ ഒരു 20 മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ആളുടെ ഫേസൊക്കെ അങ്ങ് മാറി. ആൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ണടയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അമ്മാതിരി സാധനമൊക്കെ അല്ലേ ക്ലൈമാക്സ് കാണിക്കുന്നത്. അപ്പം ഒരു മലയാള സിനിമയിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. കൊറിയൻ ഫിലിംസൊക്കെ കാണുന്നവരെ സംബന്ധിച്ച് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഓൾറെഡി ഞാൻ കണ്ടതാണ്, വീണ്ടും കാണാനായിട്ട് പോകണമെന്നൊരു മെൻറ്റാലിറ്റി തോന്നിയത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പടം. സോ അപ്പം ആൾക്കും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു തിയേറ്ററിൽ, അതെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു പടം കൊണ്ട് ആളെ കൊണ്ട് കാണിക്കുന്നത്. അല്ലാതെ നോർമലായിട്ടുള്ള ഫിലിംസൊക്കെ പോയി കാണുമെങ്കിലും ഇത്രയും വയലൻസ് ആയിട്ടുള്ളൊരു മൂവി ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുകൂടെ പോയി കാണുന്നത്. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടാമത് പോയി കണ്ടപ്പോഴും. ഇത്രയൊക്കെയാണ് സംഭവം. ഇതുപോലുള്ള കിടിലൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് മിഥുൻ ചേങ്കര.